നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോളസ്. ലോകം ഇന്നും ചലിക്കുന്നത് മനുഷ്യ സ്നേഹം കൊണ്ടാണ്. പരസ്പര സ്നേഹവും പ്രത്യേകിച്ച് കുട്ടികളോടും അമ്മമാരോടും ഉള്ള നമ്മുടെ സഹാനുഭൂതിയും സ്നേഹവുമാണ് നമ്മുടെ ലോകത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുന്നത്. ഗസയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുമ്പോൾ അത് ഒരു കലാകൃതിയായി സ്കൂളിൽ കുട്ടികൾ യുവത അവതരിപ്പിക്കുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്ന അധ്യാപകർ, അവരെ നമുക്ക് ഗുരുക്കന്മാരെന്നോ അധ്യാപകരെന്നോ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ യഥാർത്ഥത്തിൽ ലോകത്തെ പിന്നോക്കം നയിക്കുന്ന ശിഥില ശക്തികളാണ്. ആ ശക്തികൾക്കെതിരെ ജാഗ്രതയോടെ ഇരിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്, സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്, ഐക്യദാർഢ്യപ്പെടുന്നതിനുള്ള മനുഷ്യന്റെ ജന്മാവകാശത്തിനെതിരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ പ്രതിഷേധവും നമ്മുടെ പിന്തുണയും ശക്തമാകേണ്ടതുണ്ട്. തീർച്ചയായും കുട്ടികൾ അവരുടെ സർഗസൃഷ്ടികൾ അവതരിപ്പിക്കട്ടെ. അവർ ഗസയ്ക്ക് വേണ്ടി കലോത്സവങ്ങളുടെ വേദികളിൽ നന്നായിട്ട് ആവേശത്തോടെ ആടട്ടെ, കളിക്കട്ടെ, അവരുടെ ആശയങ്ങൾ പടരട്ടെ. നമുക്ക് നാട്ടുവട്ടം വാർത്തയിലേക്ക്. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ ഇനി എല്ലായിടത്തും. മന്ത്രി ജി ആർ അനിൽകുമാർ. വിലക്കയറ്റം നിയന്ത്രിക്കുന്ന മാവേലി സ്റ്റോറുകളെ പോലെ കേരളത്തിലെ എല്ലായിടങ്ങളിലും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ ഇളമ്പള്ളൂർ പഞ്ചായത്ത് ആലുമൂട്ടിൽ ആരംഭിച്ച സപ്ലൈകോ മാവേലി സ്റ്റോറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഭരണകാലയളവിൽ ഒരു മാവേലി സ്റ്റോർ പോലും പൂട്ടിയിട്ടില്ല, ഒരു തൊഴിലാളിയെ പോലും പിരിച്ചുവിട്ടിട്ടില്ല. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുമ്പോഴും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നടപടികൾ ഈ ഓണക്കാലത്ത് ഉൾപ്പെടെ സ്വീകരിക്കാൻ കഴിഞ്ഞു. മറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇനി മുതൽ മാവേലി സ്റ്റോറുകൾ വഴി സാധാരണക്കാർക്ക് ലഭ്യമാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആദ്യ വിൽപ്പന നടത്തി. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഭിലാഷ്, മൂത്തർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ, തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ജി സിന്ധു, ജനപ്രതിനിധികളായ എസ് ജയകുമാരി, ഫാറൂഖ് നിസാർ, സി ശ്രീജ, ആമിന ഷെരീഫ്, ഷീലാകുമാരി, സി എം സൈഫുദ്ദീൻ, കെ മിനി, ജലജാഗോപൻ, ജലജാകുമാരി, ബിനി തോമസ്, ആർ സുരേഷ് ബാബു, ആർ സേതുനാഥ്, ബി ശുചീന്ദ്രൻ, വിനോദ് ജി പിള്ള, യു വി പ്രതീഷ്, ഡി സേതുനാഥ്, പേരൂർ സജീവ്, ബേബി തോമസ്, ജയമോൾ, പ്രൊഫസർ ഗോപാലകൃഷ്ണപിള്ള, എ രാധാകൃഷ്ണപിള്ള, ജോൺ വർഗീസ് പുത്തൻപുര, സി ബി മോഹൻകുമാർ, ജി എസ് ഗോപകുമാർ, എസ് ആർ സ്മിത എന്നിവർ സംസാരിച്ചു. പൊതുവേദിയിൽ വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ആരംഭിക്കുകയാണ്. അത് തുടർ പദ്ധതിയായി മുന്നോട്ട്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് 2 കേന്ദ്രങ്ങളിലേ ഉള്ളൂ. ഒരു 5 or 6 കേന്ദ്രങ്ങളിൽ ഈ സഞ്ചരിക്കുന്ന വണ്ടി മാവേലി സ്റ്റോറ് വ്യാപകമായി പോയി ആളുകൾക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ കേരളത്തിലെ ജനങ്ങളെ ഇക്കാര്യത്തിൽ മാത്രമല്ല ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുക. ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്താ? അതിദരിദ്രരില്ലാത്ത നാട്, പട്ടിണി കിടക്കുന്നവരില്ലാത്ത നാട്, വിശപ്പ് രഹിത കേരളം എന്നതാണ് ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ഞങ്ങൾ വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുകയല്ല, വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയല്ല, യാഥാർത്ഥ്യമാക്കുകയല്ലേ കഴിഞ്ഞ 4 വർഷത്തെ പരിശ്രമം കൊണ്ട് ഈ കേരളം നവംബർ 1 അതിദരിദ്രരില്ലാത്ത വിശപ്പ് രഹിതമായിട്ടുള്ള ഒരു നാടായി മാറുന്ന പ്രഖ്യാപനം ഈ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. എത്രയോ പഞ്ചായത്തുകൾ പഞ്ചായത്തിന്റെ മുൻകൈയിൽ ആ പ്രദേശം ആ രീതിയിലേക്ക് മാറിയതിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു.
അങ്ങനെ കേരളത്തിലെ മലയാളിയെ പുതിയ നിലയിലേക്ക്, നവകേരളത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ, അതിൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ, അടിസ്ഥാന സൗകര്യങ്ങൾ പരമാവധി മെച്ചപ്പെടുത്തിയെടുക്കാൻ, ഇല്ലായ്മകൾ ഒന്നൊന്നായി മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന ആ സങ്കല്പം ഈ കൊച്ചു സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുവാൻ ഞങ്ങൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നത്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കേന്ദ്രത്തിൻ്റേത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ബാങ്കിംഗ് നയം. MP ജയരാജൻ. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ബാങ്കിംഗ് നയമാണ് കേന്ദ്രത്തിൻ്റേതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MP ജയരാജൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10.63 കോടി രൂപയാണ് കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളിയത്. SL സജികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MS ശ്രീകുമാർ, സഹകരണ ജനാധിപത്യ വേദി സംസ്ഥാന ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള, കേരള ബാങ്ക് ഡയറക്ടർ G ലാലു, KCEU ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി P ഷിബു, ജില്ലാ പ്രസിഡന്റ് P ശൈലജ കുമാരി, D ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വർണം ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുക, സ്വർണത്തിന്മേൽ പലിശ സഹിതമുള്ള വ്യവസ്ഥയിൽ വായ്പ നൽകുക. ഈ വാങ്ങലും കൊടുക്കലും എന്ന് പറയുന്നത് സമൂഹത്തിൽ അനിവാര്യമാണ്. പക്ഷെ സഹകരണ ബാങ്കുകൾ വഹിക്കുന്ന പങ്കെന്താ ഈ വാങ്ങലും കൊടുക്കലും? സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന്റെ മിക്കവാറും എല്ലാം തന്നെ വായ്പയായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തുന്ന പണമാണ്. ദേശസാൽകൃത ബാങ്കുകൾ അങ്ങനെയല്ല. ദേശസാൽകൃത ബാങ്കുകൾ നിക്ഷേപമായി അവർക്ക് കിട്ടുന്ന പണത്തിന്റെ നല്ലൊരു പങ്ക് കോർപ്പറേറ്റുകൾക്കാണ് പോകുന്നത്, സാധാരണക്കാർക്കല്ല. മാത്രമല്ല, കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു ബാങ്കിംഗ് നയം കേന്ദ്ര ഗവൺമെന്റ് ദേശസാൽകൃത ബാങ്കുകൾ വഴി നടപ്പാക്കുകയാണ്. 10.60 ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകളുടെ വായ്പ കേന്ദ്ര ഗവൺമെന്റ് എഴുതി തള്ളിയത്. അത് ദേശസാൽകൃത ബാങ്കുകളുടെ പണമാണ്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് കയ്യിലുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെയും താങ്ങും തണലുമായും റിസർവ് ബാങ്ക്. ആ റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം പോലും സമീപകാലത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യമാണ് ഉപയോഗിച്ചു വന്നത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയാം
പറയാറുണ്ടല്ലോ ഒരു നാടൻ ശൈലിയിൽ വിത്തിന് വെച്ചത് കുത്തി തിന്നുക. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കണം. NK പ്രേമചന്ദ്രൻ MP. സർക്കാർ മേഖലയിലെ തർക്കങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്നതായി NK പ്രേമചന്ദ്രൻ MP. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണം. പേരയം പഞ്ചായത്ത് പ്രതിഭാ സംഗമം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. റെയിൽവേ അപകടത്തിൽ നിന്നും 2 പേരെ രക്ഷിച്ച പേരയം പഞ്ചായത്ത് സ്വദേശികളായ റെയിൽവേ ജീവനക്കാരി സോജ, ബീച്ചിൽ അപകടത്തിൽപ്പെട്ട വനിതയെ രക്ഷിച്ച ടോജിൻ എന്നിവരെയും മറ്റ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ വിഷയങ്ങളിൽ റാങ്ക് ജേതാക്കളെയും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫുൾ A+ വാങ്ങിയ പഞ്ചായത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ 100ഓളം പേരെ MP ഉപഹാരം നൽകി ആദരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി മേറ്റന്മാരായി പരിശീലനം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ B സ്റ്റഫോർഡ്, വിനോദ് പാപ്പച്ചൻ, N ഷേർലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ Y ചെറുപുഷ്പം, ലതാ ബിജു, B സുരേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ J സുനിൽ ജോസ് എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9411119980. ജനകീയ വികസന പത്രിക പ്രകാശനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുന്നോടിയായി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 150 പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ജനകീയ വികസന പത്രിക തയ്യാറാക്കി വരുന്നതിൻ്റെ ഭാഗമായി കുണ്ടറ മേഖലയിൽ പെന്നാട് പഞ്ചായത്തിന് വേണ്ടി തയ്യാറാക്കിയ ജനകീയ വികസന പത്രിക പ്രകാശനം ചെയ്തു. പത്രികയുടെ പ്രകാശനം ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B ദിനേശ് നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ശിവൻ വെളിക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് B രമേശ് ആമുഖാവതരണം നടത്തി. ജനറൽ കൺവീനർ B ശ്രീകുമാർ വികസന പത്രിക അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ പത്മകുമാർ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ C സന്തോഷ്, L അനിൽ, C മഹേശ്വരമുള്ള, B പ്രസന്നകുമാർ, മേഖലാ സെക്രട്ടറി PM യേശുദാസ്, ജില്ലാ കമ്മിറ്റി അംഗം B കുഞ്ഞുമൻ, ജില്ലാ വികസന കൺവീനർ ജോൺസൺ അസീസി, B വിനോദ് കുമാർ, വെള്ളിമൺ സന്തോഷ്, മടന്തോട് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഉത്സവം സമാപിച്ചു. പേരയം ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം സമാപിച്ചു. പെന്നാട് കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ ഭരതനാട്യം അരങ്ങേറ്റവും നൃത്ത പരിപാടികളും നടന്നു. ക്രൈംബ്രാഞ്ച് പോലീസ് ഇൻസ്പെക്ടർ KT സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി ചെയർമാൻ കുഞ്ഞികൃഷ്ണപിള്ള, കൺവീനർ സിന്ധുരാജ്, വാർഡംഗം രമേശ് കുമാർ, ഷാൻ, ഗോപിലാൽ, ശില്പ, വീണ, ഭാമ എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പൂർത്തിയായിട്ടുള്ള 22 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അവസാനമായി ഈ കഴിഞ്ഞ മാസം നമ്മൾ റിലീസ് ചെയ്ത സിനിമയാണ് നീതി. നീതി ഒരു വ്യത്യസ്തമായ പ്രമേയമാണ്. അതിൻ്റെ രചനയും
അതിൻ്റെ സംവിധാനവും വ്യത്യസ്തമായ രീതിയിലാണ്. താങ്കൾ ആ സിനിമ കാണുകയും താങ്കൾക്ക് ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.